നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരമാണ്. ഈ മാസം ജൂലൈ 23 മുതൽ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അടുത്ത മാസം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് വരെ ആ സൈറ്റ് ഉണ്ടാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാന്നുള്ളതേ ഉള്ളൂ. ഗൂഗിളിൽ പോയിട്ട് വോട്ടർ ഇൻക്ലൂഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ സൈറ്റ് വരും. വളരെ സിമ്പിളായിട്ട് ഞാനത് പറഞ്ഞുതരാം. വോട്ടർ ഇൻക്ലൂഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന വോട്ടർ സർവീസ് സെലക്ട് ചെയ്യുക. അതിനകത്ത് നമ്മൾ സൈൻ ഇൻ ഓപ്ഷൻ കൊടുക്കുക. ഓൾറെഡി നമുക്ക് യൂസർ നെയിം പാസ്വേഡ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, ഇല്ലെങ്കിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മുടെ പേര്, ഫോൺ നമ്പർ, പാസ്വേഡ് കൊടുത്ത് നമുക്ക് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ആ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അടുത്ത പേജ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ആ പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നെയിം ഇൻക്ലൂഷൻ ഫോം 4 എന്ന് പറയുന്ന കാണും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു റെഡിലുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. പുതിയ വോട്ടർമാർ അതിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഡിസ്ട്രിക്റ്റ്, നമ്മുടെ ലോക്കൽ ബോഡി, നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ, നമ്മുടെ വാർഡ്, നമ്മുടെ അസംബ്ലി മണ്ഡലം, ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ടാവും. അത് അവരവരുടെ ഡീറ്റെയിൽസ് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും അടുത്ത പേജ് വരും. അതിനകത്ത് നമ്മുടെ പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളവരുടെ ഡീറ്റെയിലാണ് ചോദിക്കുന്നത്. അതിനകത്ത് നിയർ ബൈ വോട്ടർ സീരിയൽ നമ്പർ ചോദിക്കും. അത് ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരുടേത് അല്ലെങ്കിൽ തൊട്ടടുത്ത നെയ്ബറിൻ്റേത് വോട്ടർ പട്ടികയിലുള്ള ക്രമ നമ്പർ, സീരിയൽ നമ്പറാണ് അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളത്. ബാക്കി നമുക്ക് വായിച്ചൊക്കെ അറിയാവുന്നതാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് നമ്മൾ ഡീറ്റെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോഴേക്കും അടുത്ത പേജ് വരും. അതിനകത്ത് ഫോട്ടോയാണ് സെലക്ട് ചെയ്യാനുള്ളത്. അത് ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും സൈസ് കുറഞ്ഞ ഫോട്ടോ മാത്രമേ നമുക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് പ്രോസസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വരും. അതിനകത്ത് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് വായിച്ച് നോക്കുക. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പുറകിൽ പോയിട്ട് വീണ്ടും അത് ക്ലിയർ ചെയ്യുക. ഇല്ലെങ്കിൽ കൺഫേം ആപ്ലിക്കേഷൻ കൊടുക്കുക. കൺഫേം ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പേജിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ ഡോക്യുമെൻറ്റിനകത്ത് ഏത് സെൻറ്ററിലാണോ എവിടെയാണോ നമ്മൾ ഹിയറിങ്ങിന് പോകേണ്ടത്, എത്ര മണിക്കാണ്, ഏത് ദിവസമാണെന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ആ സമയത്ത് കൃത്യമായിട്ട് ഈ ഡോക്യുമെൻ്റ്, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നമ്മൾ നേരിട്ട് ഹിയറിങ്ങിന് ഹാജരായാൽ മാത്രമാണ് നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് വരുള്ളൂ. ഈ ഹോം പേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ടോട്ടൽ എത്ര പേരുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടെന്ന്. ഓക്കെ, ബൈ.